സമയം രാവിലെ 9 മണി. സിനിമാ പ്രേമികൾ ഒന്നാകെ ബുക്ക് മൈ ഷോയിൽ. എല്ലാവരുടെയും സെർച്ച് കീ ഒന്ന് തന്നെ, എമ്പുരാൻ. ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തിയേറ്ററുകൾ നിറഞ്ഞു. റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന. ആദ്യത്തെ 1 മണിക്കൂറിൽ വിറ്റുപോയത് 1,00,000 ടിക്കറ്റുകൾ. ബുക്ക് മൈ ഷോ ആദ്യമായി സ്തംഭിച്ചു പോയത് മണിക്കൂർ. ഒരൊറ്റ പേര്, മലയാളത്തിൻ്റെ മോഹൻലാൽ. ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പല ചിത്രങ്ങളിലെ റെക്കോർഡ് എമ്പുരാൻ തിരുത്തി കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിൽ ലിയോയുടെയും പുഷ്പ 2വിൻ്റെയും റെക്കോർഡ് തിരുത്തി. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യപ്പെട്ട സിനിമയും എമ്പുരാനായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ എമ്പുരാൻ്റെ മുൻകൂർ ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഓവർസീസും ബുക്കിങ്ങും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് പുറത്തു വരുന്ന വിവരമനുസരിച്ച് എമ്പുരാന്. ലൂസിഫറിൻ്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാൻ്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡാണ്. എമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് റൗണ്ടുകളിൽ ഒന്നാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്പരിപ്പിക്കുന്ന കാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷനുകൾ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. ഓൺലൈൻ ട്രാക്കർമാർ പറയുന്നതനുസരിച്ച് അഡ്വാൻസ് ടിക്കറ്റ് വിൽപ്പന 20 കോടി കടക്കുമെന്നാണ്. കേരളത്തിലെ 90% തിയേറ്ററുകളിലും എമ്പുരാനാണ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 6 മണിക്കുള്ള ഫാൻസ് ഷോയുടെ ടിക്കറ്റുകൾ 2 ആഴ്ച മുൻപ് തന്നെ വിറ്റ് തീർന്നു. ഇനി എല്ലാ കണ്ണുകളും മാർച്ച് 27 ആദ്യ ഷോയിലേക്കാണ്. അബ്രാം ഖുറേഷിയിലേക്കും സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കും. തിയേറ്റർ ആരവങ്ങൾക്കായി കാത്തിരിക്കാം.